ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തെ ഓർത്തൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗ്രൂപ്പിലായിരിക്കുന്ന ദേവദാസൻ മറ്റു എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായി ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരൻ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. ആത്മീകമായി ക്ഷീണിക്കാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ യാതൊരു കാരണവശാലും ക്ഷീണിക്കരുതെന്ന് മാതാപിതാക്കളായ നാം ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ നാമും ആത്മീകമായി ക്ഷീണിക്കാതെ നമ്മുടെ വിശ്വാസ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണം എന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്ഷീണിച്ചു പോകേണ്ട പല കാര്യങ്ങളുമുണ്ട്. ശാരീരികമായും മാനസികമായും ആത്മീകമായും നാം ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ ആരോഗ്യപരമായ ക്ഷീണത്തിന് പല കാരണങ്ങളുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം തന്നെ കൃത്യമായി നാം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാകാം. രോഗം മൂലം ക്ഷീണിക്കാം, യാത്രാക്ഷീണം, നമ്മുടെ കഠിന അധ്വാനം കൊണ്ട് നാം ക്ഷീണിച്ചു പോകാം. ഇതുപോലെ തന്നെ ആത്മീയമായി ക്ഷീണിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. നമ്മുടെ പാപം, ആത്മാർത്ഥതയില്ലാത്ത നമ്മുടെ പ്രവൃത്തികൾ, ഭയം, ബലഹീനത, ഇങ്ങനെ പല കാരണങ്ങളുമുണ്ട്. എന്നാൽ ലോകവും ജഡിക ചിന്തയും പിശാചിൻ്റെ പ്രവൃത്തികളും എന്നീ തീവ്രമായ ശക്തികളോട് നമുക്ക് ഓരോ ദിവസവും എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം ക്ഷീണിച്ചു പോകുവാനായിട്ടിടയാകും. നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കത്തക്ക വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായി എന്ന് വരാം. എങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ക്ഷീണിക്കാൻ പാടില്ല. ദൈവവചനം നാം പഠിച്ചു കഴിഞ്ഞാൽ മടുത്തു പോകരുത് എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഒന്ന്, പ്രാർത്ഥനയിൽ നാം മടുത്തു പോകരുത്, ഉത്സാഹത്തിൽ നാം മടുത്തു പോകരുത്, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ക്ഷീണം നമ്മളെ പലപ്പോഴും തകർച്ചയിലേക്ക് നമ്മളെ നയിച്ചെന്ന് വരാം. 40 ദിവസത്തെ ഉപവാസത്തിൽ തുടർന്ന് യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ക്ഷീണവേളകളെ ചൂഷണം ചെയ്യുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. തിരുവചനത്തെ നാം പഠിച്ചു കഴിയുമ്പോൾ ക്ഷീണിച്ചവർക്കുണ്ടായ പരാജയങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ക്ഷീണിച്ചു പോയി പരാജയങ്ങൾ സംഭവിച്ച 3 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്ഷീണിച്ച ഏശാവിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഇസഹാക്കിന് 2 മക്കളായിരുന്നു, ഏശാവും യാക്കോബും. അതിൽ ഏശാവ് യാക്കോബ് ഉണ്ടാക്കിയ പായസം മോഹിച്ചു തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ക്ഷീണിച്ച ഏശാവ് ജ്യേഷ്ഠാവകാശം പായസത്തിന് വേണ്ടി അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് നമുക്കവിടെ ഏശാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു. ക്ഷീണിച്ച ഇസ്രായേലിനെ അമാലേക്ക് ആക്രമിച്ചതായി നമ്മൾ ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ വഴിയിൽ അവർ ക്ഷീണിക്കുകയും തളരുകയും ചെയ്തു. വെള്ളം കിട്ടാതെ വന്നപ്പോൾ രഫദീമിൽ വെച്ചുണ്ടായ കലഹവും അവരുടെ യാത്രയുടെ ക്ലേശവും അവരെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ തളർന്നും ക്ഷീണിച്ചും ഇരുന്ന ഇസ്രായേലിനെ അമാലേക്കർ പിൻപിൽ വന്ന് ആക്രമിച്ചു. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് തകർത്ത് കളയുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ തന്ത്രം. എങ്കിലും ആ യുദ്ധത്തിൽ അമാലേക്ക് ജയിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. മോശയുടെ കൈ ഉയർത്തിയുള്ള പ്രാർത്ഥനയാലും ദൈവം അവർക്ക് വിജയം നൽകി. മറ്റൊന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദിനെ കുറിച്ചാണ്. ക്ഷീണിച്ച ദാവീദിനെ ഫെലിസ്ത്യ മല്ലൻ കൊല്ലാൻ ശ്രമിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരിക്കൽ ഫെലിസ്ത്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി.
ആ യുദ്ധത്തിൽ ദാവീദ് തളർന്നു പോയി. അങ്ങനെ ക്ഷീണിച്ച ദാവീദിനെ ഫെലിസ്ത്യ മല്ലൻ ദാവീദ് കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി ദാവീദിന് തുണയായി വന്നു ഫെലിസ്ത്യരെ വെട്ടിക്കൊന്നു. പ്രിയ ദൈവജനമേ, ദൈവജനത്തെ വിടുവിക്കുവാൻ മുൻകൈ എടുക്കുന്ന ദൈവഭക്തന്മാരെ എവിടെ വെച്ച് തകർക്കുവാൻ പിശാച് പല തന്ത്രങ്ങൾ കൊണ്ടുവരും. പിശാച് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. എങ്കിലും ദൈവഭക്തന്മാരെ അവർക്ക് തുണയായി ദൈവമക്കളായ നാം അവരോടൊപ്പം ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടി നാം ഓടുവാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. അമാലേക്യരുമായി ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോശ കുന്നിൻ മുകളിൽ കൈ ഉയർത്തിക്കൊണ്ട് നിന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ വൃദ്ധനായ മോശയുടെ കൈ ഭാരം മൂലം തളരാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഹൂരും അഹരോനും കൂടെ മോശയുടെ അടുത്ത് നിന്ന് ഇരുന്നു കൊണ്ട് മോശയുടെ കൈ താങ്ങി കൊടുത്തു. ഇത് മുഖാന്തരം ഹൂരിൻ്റെ സന്തതിയായ ബെസലേലിൻ്റെ ദൈവം പിന്നത്തേതിന് അവനെ അനുഗ്രഹിക്കുവാനായിട്ടിടയായി ആലയത്തിൻ്റെ പണിയിൽ പ്രധാനിയായി ഉപയോഗിക്കുകയും ചെയ്തു. അഹരോൻ മോശയുടെ ജ്യേഷ്ഠനാണ്. എന്നാൽ അഹരോനെ മഹാപുരോഹിതനാക്കി ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ഇവിടെ ഏശാവിനും ഇസ്രായേലിയർക്കും ദാവീദിനുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായത് ക്ഷീണം മൂലമാണെങ്കിൽ നമുക്കും ക്ഷീണം വരാം. എങ്കിലും ക്ഷീണങ്ങളെ അതിജീവിക്കാനുള്ള മരുന്നുകൾ ദൈവവചനത്തിലുണ്ട്. ക്ഷീണത്തെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ദൈവവചനത്തിൽ കൂടെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ഒന്നാമത്തത്, ദൈവത്തെ കാത്തിരിക്കുന്നതിനാൽ ക്ഷീണത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നാം നേരത്തെ വചനത്തിൽ കേട്ടതുപോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മെ ബലപ്പെടുത്തുന്നവൻ ദൈവമാണെന്ന് വചനം പറയും. എൻ്റെ ക്രിസ്തുവിനെ നോക്കുന്നതിനാൽ വചനം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളും. അടുത്ത് പരിശുദ്ധാത്മ ശക്തി. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ബലഹീനരായിപ്പോയ ശിഷ്യന്മാർ പിന്നീട് ശക്തിയോടെ സാക്ഷികളാകാൻ കാരണം അവയുടെ മേൽപ്പകർന്ന ആത്മശക്തിയാണ്. ദൈവവചനത്തിലൂടെ ക്ഷീണത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വാക്തത്തിൽ ആശ്രയിച്ചാൽ, ദൈവകൃപയിൽ ആശ്രയിച്ചാൽ, യേശു പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവന്നു. വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ ക്ഷീണങ്ങൾ അതിജീവിക്കാൻ നമുക്ക് കഴിയും. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് അശക്തരായിരുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിർജീവമായി പോയ സാറയും അബ്രഹാം വിശ്വാസത്താൽ അവർ വീണ്ടും ശക്തി പ്രാപിച്ചു. ക്രിസ്തീയ ശുശ്രൂഷയിൽ ശക്തരായി നാം നമ്മുടെ ബലഹീനതകളെ നാം ചുമക്കണം. ആകയാൽ നമുക്ക് ക്ഷീണിക്കാതെ മുന്നേറാം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. തളർന്ന മുഴങ്കാലുകളെ നിവർത്താം. ക്ഷീണിച്ചും മടുത്തും പോകാതെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ആ ദൈവിക ശുശ്രൂഷയിൽ കർത്താവിൻ്റെ പാത പിൻപറ്റി നമുക്ക് ആത്മീകമായി ദൈവത്തിന് വേണ്ടി മുന്നേറാം. ദൈവം നമ്മളെ ഓരോരുത്തരും അതിനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.